ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഗുണ്ട നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓം പ്രകാശിന്റെ മൊഴിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയെന്ന് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പോലീസ് തീരുമാനിച്ചു. അതേസമയം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിനെ അറിയില്ലെന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞു. താരങ്ങളെ ഹോട്ടലിലെത്തിച്ച ഇളമക്കര സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി. കൊക്കൈൻ കൈവശം വെച്ചതിന് ഇന്നലെയാണ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് ഓംപ്രകാശിനെ പിടികൂടിയത്. ഓംപ്രകാശ് താമസിച്ചിരുന്ന റൂമിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP KS സുദർശൻ. ഇവർക്ക് പുറമെ 20-ലധികം പേർ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു. പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ ചെയ്യും. കൊച്ചിയിൽ നടന്ന DJ പരിപാടിയിൽ ലഹരി കൈമാറ്റത്തിനെത്തിയതാണ് ഓംപ്രകാശ് എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഗുണ്ടാ നേതാവ് ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതോടെയാണ് ഒന്നാം പ്രതി ഷിഹാസിനും ഓംപ്രകാശിനും ജാമ്യം ലഭിച്ചത്. നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. കൊക്കൈൻ അടങ്ങുന്ന പാക്കറ്റ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. സിപ്പ് ലോക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്തുനിന്ന് കൊക്കൈൻ കിട്ടുകയോ അതിൻ്റെ ക്വാണ്ടിറ്റി പോലും കസ്റ്റഡി ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിലെത്തിച്ച ഇളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുള്ള ആളാണ് ബിനു. കൊച്ചിയിൽ നടന്ന DJ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. ലഹരി മാഫിയയും സിനിമാക്കാരുമായുള്ള ബന്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചർച്ച ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് യുവതാരങ്ങൾ നൊട്ടോറിയസ് ക്രിമിനലായ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ലഹരിയിൽ മുങ്ങുകയാണ് കൊച്ചി നഗരം. സെപ്റ്റംബറിൽ മാത്രം 137 നർക്കോട്ടിക് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കി. ഹൈഡ്രോ കഞ്ചാവ് മുതൽ സിന്തറ്റിക് ഡ്രഗ് വരെ അടക്കി വാഴുകയാണ് കൊച്ചി നഗരം. ഈ ലഹരി മാഫിയക്ക് തടയിടാൻ ആർക്ക് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 83 ഗ്രാം MDMA, കിലോ കണക്കിന് കഞ്ചാവ്, സിന്തറ്റിക് ടാബ്ലറ്റുകൾ, അങ്ങനെ നീളുന്നു കഴിഞ്ഞ മാസം കൊച്ചി നഗരത്തിൽ പിടികൂടിയ ലഹരിയുടെ കണക്ക്. 137 കേസുകളിലായി 153 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും ലഹരിയുടെ ഒഴുക്കിന് കുറവില്ല. കുപ്രസിദ്ധ ഗുണ്ടകളാണ് കൊച്ചിയിലെ ലഹരി മാഫിയയുടെ തലവന്മാർ. എന്തുകൊണ്ട് ഇവരെ പിടികൂടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ മൗനം പാലിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, സിനിമാക്കാർ, IT പ്രൊഫഷണൽസ് എന്നിവരെ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിലെ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേക പരിശോധനകൾ പോലീസും എക്സൈസും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ കൊക്കൈനുമായാണ് കൊച്ചിയിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ പോലീസ് പിടികൂടിയത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. CPM-നോട് ഇടഞ്ഞ ശേഷം PV അൻവർ ആദ്യ പൊതുസമ്മേളനം നടത്തിയ മലപ്പുറം ചന്തക്കുന്നിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM. PV അൻവർ വർഗശത്രുവെന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. PV അൻവർ ശ്രമിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കയ്യടി വാങ്ങാനാണെന്നും വിജയരാഘവൻ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ്. എന്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം, സമാധാനം പോകണം, കാര്യം പോകണം. അങ്ങനെയല്ല, നേരെ മറിച്ച് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടേ. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് നിർഭാഗ്യകരമായൊരു കാര്യം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട്. മനസ്സിലായ നിങ്ങൾ? അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്താറില്ല. ആ പ്രവർത്തനമാണ് ആര് നടത്തിയത്? PV അൻവർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം.
തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിച്ചത് കോൺഗ്രസും ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ ജാതി മത സംഘടനകളുമെന്ന് എ വിജയരാഘവൻ. സുരേഷ് ഗോപിയും ഭാര്യയും രാവിലെ പള്ളിയിൽ പോയി പാടുകയായിരുന്നുവെന്നും പരിഹാസം. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു. കോൺഗ്രസിന്റെ സഹായം ഇല്ലെങ്കിൽ അവിടെ ജയിച്ചോ BJP? കോൺഗ്രസ് സഹായിച്ചു, ചില ജാതിമത ഘടകങ്ങൾ സഹായിച്ചു. ക്രിസ്ത്യൻ പള്ളിയിൽ ചില വിഭാഗങ്ങൾ സഹായിച്ചു. നിങ്ങൾ കണ്ടിരുന്നില്ലേ? ക്രിസ്ത്യൻ പള്ളിയിലേക്കല്ലേ നമ്മുടെ BJP സ്ഥാനാർത്ഥിനെ വിളിച്ചു വരുത്തി കൊണ്ടുപോയത്? തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ രാവിലെ പാട്ട്, വലത്തു ഭാഗത്ത് സുരേഷ് ഗോപി, ഇടത്ത ഭാഗത്ത് സുരേഷ് ഗോപിയുടെ ഭാര്യ, രണ്ടാളും കൂടി പള്ളിയിൽ പാട്ട് പാടുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് മുന്നിൽ CPM കീഴടങ്ങില്ലെന്ന് പറഞ്ഞ എ വിജയരാഘവൻ മാധ്യമങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചു. ആഘോഷിക്കുകയാണോ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള നിലയ്ക്ക് ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണോ? കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്തൊരു വടിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ്, കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ട്, പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. നല്ല കുപ്പായം, നല്ല തുണി, നല്ല ലിപ്സ്റ്റിക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ്. PV അൻവറിനെതിരെ ആഞ്ഞടിച്ച് CPM നേതാവ് TK ഹംസയും. മലപ്പുറത്ത് ക്വാറിയുണ്ടെന്ന് പറഞ്ഞു പറ്റിച്ച് അൻവർ 15 ലക്ഷം രൂപ വാങ്ങിയെന്ന പരാതിയുമായി ഒരാൾ തന്നെ സമീപിച്ചിരുന്നു. കള്ളക്കടത്ത് പിടിക്കാൻ പാടില്ല എന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിവാക്കിയപ്പോൾ ചെന്നൈയിലേക്ക് പോയ അൻവറിനെ DMKയും ഒഴിവാക്കിയെന്ന് TK ഹംസ പരിഹസിച്ചു. റിയൽ എസ്റ്റേറ്റ് കച്ചവടം, കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല ഇപ്പോഴും പറയുന്നത് പോലീസിനോട്. മുക്കത്ത് ഒരു ക്വാറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 15 ലക്ഷം ഉറുപ്പിക വാങ്ങി. അയാൾ കേസ് കൊടുക്കാൻ വക്കീലെന്നുള്ള നിലക്കാണ് എൻ്റെ അടുത്ത് വന്നത്. ലീഗിനും വേണ്ട, കോൺഗ്രസിനും വേണ്ട, നമ്മളെ വിട്ടും ചെയ്തു. അപ്പോഴാണ് മേപ്പെട്ട് പൊന്തിയത് മദിരാജിക്ക്. മദിരാജി അന്ന് DMKനെ കണ്ടപ്പോൾ DMK അവിടുന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ്, ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ എന്നെ കയറ്റൂല, പുറത്തുനിന്ന് പറഞ്ഞു. വാർത്താമഴ തുടരുന്നു. മലപ്പുറം പരാമർശത്തിൽ ഗവർണറുടെ ഇടപെടൽ. മുഖ്യമന്ത്രിയുടേതായി പുറത്തുവന്ന മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ വിളിപ്പിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിഷയം വിശദീകരിക്കാനാണ് നിർദ്ദേശം. മലപ്പുറത്തു നിന്ന് പിടികൂടുന്ന സ്വർണവും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരിച്ചെങ്കിലും അസാധാരണ നീക്കത്തിലൂടെ വിഷയം കടുപ്പിക്കാനാണ് ഗവർണറുടെ സമീപനം. ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും വിശദീകരണത്തിന് ശേഷം മറ്റു നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കും. കയ്യാങ്കളിക്കും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ അടിച്ചുപിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവ നടപടിക്കും നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശം വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം.
ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ ബഹളമയമായിരുന്ന സഭ പിരിയും വരെ ഇരുവരും വാക്പോര് തുടർന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് VD സതീശനെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അടിയന്തര പ്രമേയത്തിനും അനുമതി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ലെന്നും പരിഹാസം. ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് MLA സണ്ണി ജോസഫും പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട, ശ്രീ VD സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി VD സതീശൻ മാറിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. വാർത്താമഴ തുടരുന്നു. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അനുകൂല തരംഗമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. കശ്മീരിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് പാർട്ടികൾക്കുള്ളിലെ ചർച്ചകളും ചൂടുപിടിച്ചു. നാളെ രാവിലെ 6 മുതൽ 24ലും തത്സമയം ജനവിധി അറിയാം. ഹരിയാനയും ജമ്മു കാശ്മീരും ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ 63% പോളിംഗും ഹരിയാനയിൽ 65% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് പ്രഥമ പരിഗണന. കുമാരി ഷെൽജയുടെ പേരും ചർച്ചകളിലുണ്ട്. ജമ്മു കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് സർവേകൾ പറയുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് NC സഖ്യത്തിന് പ്രതിസന്ധി നേരിട്ടാൽ പിന്തുണ പ്രഖ്യാപിക്കാൻ മടിക്കില്ലെന്നാണ് PDP കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എക്സിറ്റ് പോൾ സർവേകളെ പാടെ തള്ളുന്ന BJP അവസാന ഘട്ടത്തിലും സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. ഒരു പതിറ്റാണ്ടിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമ്മു കാശ്മീർ ജനത മനസ്സിൽ കരുതിയതെന്ത്? പ്രതിഷേധങ്ങൾ അലയടിച്ച ഹരിയാന ഗോദയിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതോ കോൺഗ്രസിന്റെ തിരിച്ചുവരവോ? തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘം സർവസജ്ജം. വിനീത VG, 24 ഡൽഹി. ഇടുക്കിയിലെ ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ മന്ത്രിയുടെ ഓഫീസിനുമെതിരെ പരസ്യ ആരോപണവുമായി ജില്ലാ കൗൺസിൽ അംഗം വിനൂസ് കറിയ. ചക്രമുടി കയ്യേറ്റത്തിൽ ജില്ലാ സെക്രട്ടറി സലീം കുമാറും കയ്യേറ്റക്കാരനുമായി പങ്കുകച്ചവടം നടന്നു. 1/3 പങ്ക് കൈപ്പറ്റിയെന്നും ആരോപണമുയർന്നു. റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട് ഇടപെടൽ നടത്തി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും വിനൂസ് കറിയ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്, ഗുരുതരമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട്.
ഇപ്പോൾ മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇത് നടക്കില്ല. മന്ത്രിയുടെ ഓഫീസ് ആ പരാതിക്ക് പ്രത്യേക ഉത്തരവ് ലഭിച്ചെന്നും ആ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റീസർവേ നടത്തിയത്, മറ്റ് രേഖകളുണ്ടായതെന്ന് സിബി തന്നെയാണ് പറയുന്നത്. 1, 2, 3 ഉദ്യോഗസ്ഥർ മാത്രം പേര് പരാമർശിക്കപ്പെട്ട് അവർ മാത്രമാണ് കുറ്റക്കാരെന്ന് പറഞ്ഞ് ഇതൊക്കെ അവസാനിച്ചു പോകാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും രാഷ്ട്രീയമായി ശക്തമായ പിൻബലമില്ലാതെ ഇത്രയും വലിയ അവൻ വിവാദമാകാൻ നാളുകളിൽ വിവാദമാകുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സിബി തന്നെ ചിലരോട് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം 1 കോടി രൂപയോളം ചെലവ് ചെയ്തിട്ടുണ്ടെന്നാണ്. വാർത്താമഴ അവസാനിക്കുന്നു.